മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയ 2 ടയറുകളും അർജുൻ്റെ ലോറിയുടേതല്ല. ടയർ മറ്റേതോ ടാങ്കറിൻ്റെതാണെന്നാണ് ഉടമ മനാഫ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എന്തിനേലും കൂടുതൽ ഈ കണ്ടെത്തലുകൾ പുറത്തു വരികയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ ചേർന്നുണ്ട്. ഗോകുൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്? വിഷ്ണു, ഉച്ചയോട് കൂടിയിട്ടായിരുന്നു ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഒന്നിലധികം വാഹനങ്ങളുടെ അല്ലെങ്കിൽ ലോറിയുടേതെന്ന് സംശയിക്കുന്ന സാന്നിധ്യം ഈശ്വർ മാൽപെ കണ്ടെത്തിയത്. അത് പ്രത്യേകിച്ചും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിരുന്നു. അഞ്ജു ഉൾപ്പെടെ, അർജുന്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പുഴക്കടിയിൽ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തുകയും അത് സ്പോട്ട് ചെയ്യുകയും അത് ഉയർത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്ന സമയത്ത് അർജുന്റേതാകും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ അല്പസമയം മുമ്പാണ് മഞ്ചേശ്വരം MLA AK അഷ്റഫ് അത് അർജുന്റെ ലോറിയല്ല അവിടെ ഉള്ളത് എന്ന ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത്. 2 ടയറുകൾ ഉൾപ്പെടെ പൊക്കിയെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. 2 ടയറുകൾ പൂർണ്ണമായും പൊക്കിയെടുത്തിരുന്നു. ടയറുകളൊക്കെ പുതിയതുപോലെ തോന്നിയിരുന്നെങ്കിലും വണ്ടി പഴയതാണ് എന്നും അത് അർജുൻ ഓടിച്ച വണ്ടിയല്ല എന്നും AK അഷ്റഫ് പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ തന്നെ അർജുന്റെ ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫും സ്ഥിരീകരണം നടത്തി. പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ലോറി അല്ലെങ്കിൽ ടയർ അർജുന്റേതല്ല. എന്നാൽ ഉച്ചയോട് കൂടിയിട്ട് ഈശ്വർ മാൽപെ ഗംഗാവലി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തിയ സമയത്ത് ഒന്നിലധികം വ്യത്യസ്ത വാഹനങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിലെ തുടർച്ചയ്ക്ക് എന്തായാലും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്ന് തന്നെ കരുതേണ്ടതായിട്ട് വരും. ഡ്രഡ്ജറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്നായിരുന്നു ആരംഭിച്ചത്. ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടൊക്കെ അവിടെ എത്തിയിരുന്നെങ്കിലും ഇന്നായിരുന്നു ആരംഭിച്ചത്. മാത്രമല്ല, ഇന്ന് രാവിലെ തന്നെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഈശ്വർ മാൽപെക്കും പുഴയിലിറങ്ങാൻ അനുവാദം നൽകിയിരുന്നു. ആദ്യം അത്തരത്തിൽ അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ രാവിലെ മുതൽ ഈശ്വർ മാൽപെ പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. ഈശ്വർ മാൽപെയുടെ പരിശോധനയിലായിരുന്നു ലോറിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ലോഹഭാഗങ്ങളൊക്കെ കണ്ടെത്തുകയും അത് സ്പോട്ട് ചെയ്യുകയുമൊക്കെ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉയർത്തിയ 2 ടയറുകളാണ്. ആദ്യം ഒരുപക്ഷെ അർജുന്റേതാകാമെന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്ഥിരീകരണങ്ങളുമായി മഞ്ചേശ്വരം MLAയും അർജുന്റെ ലോറിയുടെ ഉടമയും രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ കണ്ടെത്തിയ ടയറുകൾ ലോറിയുടേതല്ല ടാങ്കറിന്റേതാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കാരണം പഴയ വണ്ടിയുടെ ടയറാണ്. അതിന്റെ ഈ ടയറുകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആക്സിലുകളൊക്കെ പഴകിയതാണ്. അർജുൻ ഓടിച്ചിരുന്നത് പുതിയ വണ്ടിയാണ് എന്ന് മനാഫ് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അപകടം നടന്ന സമയത്ത് പുഴയോട് ചേർന്ന് നിർത്തിയിരുന്ന മറ്റൊരു ടാങ്കർ ഉണ്ടായിരുന്നു. അതിന്റെ ടാങ്കറിന്റെ ബുള്ളറ്റ് ഒക്കെ ഒഴുകിപ്പോയതും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് കിട്ടിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ടാങ്കറിന്റെ ടയറുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നൊരു നിഗമനത്തിലാണ് ലോറി ഉടമയും അവിടുത്തെ ജില്ലാ ഭരണകൂടവും ഒക്കെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ 2 മാസത്തിലേറെയായി നടക്കുന്ന അനിശ്ചിതത്വത്തിന് ചെറുതായിട്ടെങ്കിലുള്ള രീതിയിൽ ഒരു ഫലം ലഭിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പുഴക്കടിയിലുള്ള ഒരുപാട് വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ പൊക്കിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടുകിട്ടുന്നുണ്ട് എന്നത് ഈ ഇത്രയും നാളത്തെ അനിശ്ചിതത്വത്തിന് ഉത്തരം നൽകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അർജുന്റെ കുടുംബമുള്ളത്, അല്ലെങ്കിൽ കേരളക്കര ഒന്നാകെ ഉള്ളത് എന്ന് പറയേണ്ടതായിട്ട് വരും. കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നുണ്ട്. മറ്റെന്തൊക്കെ ഉപകരണങ്ങളും ലോറിയുടേതിന് സമാനമായിട്ടുള്ള ലോഹഭാഗങ്ങളൊക്കെ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രഡ്ജർ വെസലിൽ ഘടിപ്പിച്ച യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ സാധനങ്ങളൊക്കെ പൊക്കിയെടുക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി നടത്തിയിട്ടുള്ള തിരച്ചിലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും ഒന്നാമത്തെ ദിവസം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഗംഗാവലി പുഴയിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നു, തിരിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. 2 ദിവസം കൂടി എന്തായാലും തിരച്ചിൽ നടക്കും. ഇത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളൊക്കെ പുഴയിൽ നിന്ന് കണ്ടെത്താൻ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തിരച്ചിൽ നീണ്ടുപോയേക്കാൻ 2 ദിവസത്തിനകം തന്നെ ഈ അർജുൻ ഉൾപ്പെടെയുള്ള ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അർജുന്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ തുടരുന്നത്. വിഷ്ണു, ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഒരുപക്ഷെ ഈ ഒരു ഡ്രഡ്ജർ എത്തിച്ചാൽ പോലും കൃത്യമായൊരു പ്രതീക്ഷ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു നിർണായകമായ തെളിവുകൾ അല്ലെങ്കിൽ സൂചനകൾ ലഭിക്കും എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ ഒരു സ്ഥലത്ത് തന്നെ അർജുൻ്റെ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ സ്ഥലത്ത് കാർവാർ MLA സതീഷ് സെയിനും എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ടോ? അതെ, എല്ലാ ആളുകളും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. സതീഷ് ജെയിലിന്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ കണ്ടെത്തുന്നതുവരെ, ലോറി കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരും. കർണാടക സർക്കാർ അർജുനെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊരു പ്രതികരണമൊക്കെ ഈ സതീഷ് ജെയിൽ MLA നടത്തിയിരുന്നു. നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എങ്കിലും അർജുന്റെ കുടുംബത്തിന് വേണ്ടി നീതി പുലർത്തുന്ന രീതിയിലുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുക കർണാടക സർക്കാർ എന്നാണ് പറയുന്നത്. ഡ്രഡ്ജർ എത്തിച്ചത് കർണാടക സർക്കാരിന്റെ
ചെലവിലാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വമൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട 1 കോടി രൂപയിലേറെ ചെലവ് വരുമായിരുന്നു. അത് ആര് വഹിക്കുമെന്നതിനെ സംബന്ധിച്ച് അനിശ്ചിതത്വം വരികയും തുടർന്ന് അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കാണുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള പരിശോധന ശുഭപ്രതീക്ഷ നൽകുന്നതാണ് എന്ന ആ രീതിയിലുള്ള ഒരു പര്യവസാനത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ആദ്യം ഇത് 3ാം ഘട്ടത്തിലുള്ള തെരച്ചിലാണ്. ആദ്യം ജൂലൈ 16-ന് അർജുനെ കാണാതായതിനു ശേഷം 19 മുതൽ 10 ദിവസം നീണ്ടുനിന്ന തിരച്ചിലുണ്ടായിരുന്നു. എന്നാൽ കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഏത് ഭാഗത്താണ് അർജുന്റെ ലോറി എന്നതിന് പോലും അന്നൊരു തീർപ്പുണ്ടായിരുന്നില്ല. പുഴയുടെ സൈഡിലും പുഴയ്ക്കുള്ളിലും ഒക്കെ ആയിട്ട് പരിശോധന നടത്തി പിന്നീട് കുറച്ചുനാൾ നിർത്തിവെച്ച് വീണ്ടും പുനരാരംഭിച്ചു. ആ ഘട്ടത്തിലും ചില സ്പോട്ടുകളൊക്കെ നാവികസേനയുടെയും ആർമിയുടെയും നേതൃത്വത്തിലൊക്കെ സ്പോട്ടുകൾ കണ്ടെത്താനും ലോഹഭാഗങ്ങൾ സ്ഥിരീകരിക്കാനും ഒക്കെ സാധിച്ചിരുന്നു. ആ ലോഹഭാഗങ്ങൾ പുറത്തെടുക്കണമെങ്കിൽ ഡ്രഡ്ജർ എത്തിക്കണം എന്ന ഒരു ഘട്ടം വന്നപ്പോഴായിരുന്നു 2ാമത്തെ ഘട്ടത്തെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചത്. പിന്നീടായിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അനിശ്ചിതത്വം ഉണ്ടായിരുന്നത്. എങ്ങനെ ഡ്രഡ്ജർ എത്തിക്കും, ആരിതിന്റെ ചിലവ് വഹിക്കും എന്നതിനെ സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ വന്നതിന് ശേഷം 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ആർമിയുടെയും നേവിയുടെയും ഒക്കെ സംഘാംഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ലോഹഭാഗങ്ങൾ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോൾ അതിന്റെ പ്രദേശങ്ങളിൽ നിന്ന് ലോഹഭാഗങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നു. അത് ഒരുപക്ഷെ അർജുന്റെ ലോറിയിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ചുവടുവെക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. ഇന്ന് രാവിലെയായിരുന്നു ഡ്രഡ്ജറൊക്കെ ഉപയോഗിച്ച് പരിശോധന തുടങ്ങിയത്. ഈശ്വർ മാൽപ്പയും ഇന്ന് രാവിലെ ഗംഗാവലി പുഴയിൽ ഇറങ്ങി പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി പരിശോധന നടത്തി. ഈശ്വർ മാൽപ്പയ്ക്ക് പുഴയുടെ അടിത്തട്ടിൽ പോയി പരിശോധന നടത്തിയ സമയത്ത് ലോറിയുടെ ക്യാബിൻ മറിഞ്ഞു കിടക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു എന്നൊരു വിവരം പറഞ്ഞിരുന്നു. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ 2 ടയറുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗംഗാവലി പുഴയിലെ സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തുമ്പോഴും അനുകൂല ഘടകമായിരിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. മഴയൊന്നും പെയ്തില്ലെങ്കിൽ പുഴയുടെ അടിത്തട്ട് കാണാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പുഴയിൽ മുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തേക്കൊക്കെ കാണാൻ സാധിക്കുന്ന രീതിയിലാണ് പുഴയുടെ അടിത്തട്ടുള്ളത്. കഴിഞ്ഞ ഈ അപകടം നടക്കുന്ന സമയത്ത് പുഴ കുത്തിയൊലിച്ച് കലങ്ങി മറിഞ്ഞൊഴിയുന്ന സാഹചര്യമായിരുന്നു. വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞ് കണ്ണു തുറന്നാൽ പോലും ഒന്നും കാണാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, അടിത്തട്ടിൽ സുതാര്യമായിട്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതും പ്രതീക്ഷ നൽകുന്നുണ്ട്. അത്തരത്തിൽ ഇന്ന് ഈശ്വർ മാൽപ്പെ വെള്ളത്തിനിറങ്ങി പരിശോധന നടത്തിയപ്പോഴായിരുന്നു ഈ പല ലോറിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പരിശോധനകൾ നാളെയും തുടരുകയാണെങ്കിൽ വളരെ വൈകാതെ തന്നെ അർജുന്റെ ലോറിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അവിടെയുള്ള അധികൃതർ ഒക്കെ ഉള്ളത്. കാരണം അത്തരം പ്രതീക്ഷകൾക്ക് ബലം നൽകുന്നതാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ള പരിശോധന എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം പല ലോറിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്നു, ലോറിയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുന്നു, വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. അതൊക്കെ ഈ പ്രതീക്ഷ നൽകുന്നതാണ്. അർജുന്റെ ലോറി ഉൾപ്പെടെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലേക്കാണ്. ഓരോ ലോഹഭാഗങ്ങളും കിട്ടുമ്പോഴും ഇത് അർജുന്റേതാണോ എന്ന ചോദ്യമാണ് ആദ്യം ഉയരുന്നത് എന്നുള്ളതും അവിടെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ആ ലോറിക്കും അർജുനും ആ ലോറിക്കും വേണ്ടിയുള്ള പരിശോധന അവിടെ തുടരുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ഗൗരവത്തോടെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് 3 ദിവസത്തേക്കായിരുന്നു ഈ ഡ്രഡ്ജർ കമ്പനിയുമായിട്ട് കർണാടക സർക്കാർ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൽ 1 ദിവസം കഴിഞ്ഞു. വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ 2 ദിവസങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള പരിശോധന തുടരും. ഈ രീതിയിൽ ശുഭസൂചക, അതായത് ലോറിയുടേതിന് സമാനമായ ഘടകങ്ങളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ അർജുന്റെ ലോറിക്കായിട്ടുള്ള തിരച്ചിൽ 3 ദിവസത്തിനപ്പുറത്തേക്ക് നീട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ലോറിയും അതിന്റെ ടയറും അർജുന്റേതല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ലോറിയുടേതും മറ്റവശിഷ്ടങ്ങളും അപകടത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള പല വസ്തുവകകളും ഗംഗാവലി പുഴയിൽ കടിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നു. വിഷ്ണു, ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നാവികസേന അടയാളപ്പെടുത്തിയ നിർണായകമായ 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് ഇന്ന് നടക്കുന്ന ഈ ഒരു പരിശോധന നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഒരുപക്ഷെ നിർണായകമായ ചില സൂചനകൾ ലഭിച്ചെങ്കിൽ പോലും അതൊന്നും അർജുൻ്റെ ലോറിയുമായി ഒരു സാമ്യവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല. എന്നിരുന്നാൽ കൂടിയും മറ്റ് പോയിന്റുകൾ കൂടി ഇന്ന് തന്നെ പരിശോധന നടക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് കരുതാൻ സാധിക്കുമോ? മാത്രവുമല്ല, നിലവിൽ ഈ ഒരു ഡ്രഡ്ജർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വെള്ളത്തിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ അത് എത്രത്തോളം വേഗതയാണ് അതിന് ഉള്ളത് സാങ്കേതികമായി? വിഷ്ണു, ഈ ഡ്രഡ്ജർ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ച ശേഷം മാത്രമേ പരിശോധന നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഡ്രഡ്ജർ വെസലിനെ 2 തൂണുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലേക്ക് ആഴ്ത്തി ഇറക്കി അവിടെ ഉറപ്പിച്ച് നിർത്തിയതിനു ശേഷം മാത്രമേ പരിശോധന നടത്താൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവിടെ ഉറപ്പിച്ച് നിർത്താൻ കുറച്ച് സമയം വേണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട് തന്നെ ഡ്രഡ്ജർ അവിടെ എത്തിയതിനു ശേഷവും ഈ
തിരച്ചിൽ ഇന്ന് രാവിലത്തേക്ക് നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ആർമിയുടെയും നേവിയുടെയും ഒക്കെ സോണാർ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള, അതായത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് തന്നെയായിരിക്കും പ്രാഥമികമായിട്ടും പ്രധാനമായിട്ടും പരിശോധനകൾ നടത്തുക. ആ ഭാഗത്ത് ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ തന്നെയാണ് ഇപ്പോൾ പല ലോറിയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ലോഹഭാഗങ്ങളാണ് എന്ന് സ്ഥിരീകരിച്ച സ്ഥലത്ത് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഈ ലോറിയുടെ ടയറുകളും മറ്റ് അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ അത് അർജുന്റേതല്ല എന്ന നിഗമനത്തിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ രാത്രിയിലുള്ള തിരച്ചിൽ നടക്കാൻ സാധ്യതയില്ല. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തിരച്ചിൽ നടത്തുമെന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. 3 ദിവസങ്ങളിലായിട്ട് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമായിരിക്കും തിരച്ചിൽ നടത്തുക. രാത്രി തിരച്ചിൽ നടത്താനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നേവിയും ആർമിയും ഈ സ്പോട്ട് ചെയ്ത അല്ലെങ്കിൽ ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച പ്രധാനപ്പെട്ട പോയിന്റുകളിലായിരിക്കും ആദ്യം പ്രധാനമായിട്ടും തിരച്ചിൽ നടത്തുക. ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈശ്വർ മാൽപെ വെള്ളത്തിനടിയിലും തിരച്ചിൽ നടത്തുന്നത്. അതിന് ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലായി അവിടെ നിന്നാണ് ഇപ്പോൾ 30 മീറ്റർ ഒക്കെ മാറിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെയും ഈ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും പ്രധാനമായിട്ടും തിരച്ചിൽ നടത്തുക. അവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ടും ഒരു വിപരീത ഫലമാണ് ലഭിക്കുന്നതെങ്കിലായിരിക്കും മറ്റു കേന്ദ്രങ്ങളിലേക്ക് തിരച്ചിൽ നടത്തുക. മാത്രമല്ല, ഈ ഗംഗാവലി പുഴയുടെ മധ്യഭാഗത്തായിട്ട് വലിയ രീതിയിൽ മൺകൂനകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വെള്ളവുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ മൺകൂനകളുടെ സൈഡ് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിലും മറ്റും മുങ്ങി പരിശോധന നടത്താൻ വേണ്ടി സാധിക്കും. അതാണ് പ്രതീക്ഷ നൽകുന്നത്. അതല്ല, ഇവിടെ നിന്നും ഈ പ്രദേശങ്ങളിൽ നിന്നും ഈ സ്പോട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നിന്നും അർജുന്റേത് ഉൾപ്പെടെയുള്ള ലോറികൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് മറ്റു പല കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതായിട്ട് വരും. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ നേവിയും ആർമിയും ഒക്കെ ഈ സ്പോട്ട് ചെയ്യുന്ന സമയത്ത് ഗംഗാവലി പുഴയിൽ കൂടുതൽ ഒഴുക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. പുഴയിലെ ആഴവും കുറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിനും കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്പോട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമുള്ളതാണ്, അല്ലെങ്കിൽ നേരത്തേതിനെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പമുള്ളതാണ്. എങ്കിലും ഈ പ്രദേശങ്ങൾ 4 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ ഫലമുണ്ടായില്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് അത്തരത്തിലുള്ള ലോഹ സാന്നിധ്യങ്ങൾക്കായുള്ള പ്രധാനപ്പെട്ട തിരച്ചിൽ നടക്കുക. വിഷ്ണു, എന്ത് തന്നെയായാലും ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. എന്തിനേലും നിർണായകമായ സൂചനകൾ വരും മണിക്കൂറിൽ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗോകുലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.